ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കൂ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 1 രാജാക്കന്മാർ 3-ാം അധ്യായം 5-ാം വാക്യം. ഗിബിയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക എന്ന് ദൈവം അരുളി ചെയ്തു. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മിൽ തന്നെ ഒതുക്കി വയ്ക്കുന്നതിന് പകരം പ്രാർത്ഥനയിലും നന്ദി പ്രകടനത്തിലും ദൈവം മുൻപാകെ കൊണ്ടുവരേണ്ടത് നമ്മുടെ പദവിയും കടമയുമാണ്. ഒരു ദിവസം കർത്താവ് ഗിബിയോനിൽ വെച്ച് ശലോമോന് പ്രത്യക്ഷപ്പെട്ടു. ചോദിക്കൂ, ഞാൻ നിനക്ക് എന്ത് തരണം എന്ന് 1 രാജാക്കന്മാർ 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ ചോദിച്ചു. ഇന്നും കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ആലിംഗനം ചെയ്ത് പറയുന്നു, എൻ്റെ മകനെ, എൻ്റെ മകളെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് എന്നോട് ചോദിക്കൂ. അതിനാൽ നമുക്ക് വിശ്വാസത്തോടെ ചോദിക്കാം, കാരണം അവൻ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നവനാണ്. ബൈബിൾ പ്രഖ്യാപിക്കുന്നു, കർത്താവിൽ ആനന്ദിക്കുക, അവൻ നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകും. ഇത് സങ്കീർത്തനം 37-ാം അധ്യായം 4-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. ചെറുപ്പത്തിൽ തന്നെ ഇസ്രായേലിന്റെ രാജാവായി ശലോമോൻ അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ അവൻ കർത്താവിനോട് തന്റെ അഗാധമായ ആഗ്രഹം പ്രകടിപ്പിച്ചു. സമ്പത്തിനോ അധികാരത്തിനോ വേണ്ടിയല്ല, മറിച്ച് ദൈവജനത്തെ ഭരിക്കാൻ ജ്ഞാനവും വിവേകവുമുള്ള ഒരു ഹൃദയത്തിനു വേണ്ടി. ദൈവം അതിൽ സന്തുഷ്ടനായി. ശലോമോനോട് പറഞ്ഞു, ഇത് നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടും നീ ധനമോ സമ്പത്തോ ബഹുമാനമോ നിന്റെ ശത്രുക്കളുടെ ജീവനോ ദീർഘായുസോ ചോദിക്കാതെ എൻ്റെ ജനത്തെ ഭരിക്കാൻ ജ്ഞാനവും വിവേകവും ചോദിച്ചത് കൊണ്ടും ഞാൻ നിനക്ക് ജ്ഞാനവും വിവേകവും നൽകും. മാത്രമല്ല, നിനക്ക് മുൻപുള്ള ഒരു രാജാവിനും നിന്റെ ശേഷം ആർക്കും ലഭിക്കാത്തത്ര ധനവും സമ്പത്തും ബഹുമാനവും ഞാൻ നിനക്ക് നൽകും. ഇത് 2 ദിനവൃത്താന്തം 1-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ പറയപ്പെടുന്നു. അതെ, നമ്മുടെ മഹാനായ കർത്താവ് നാം ചോദിക്കുന്നതിലും സങ്കല്പിക്കുന്നതിലും അപ്പുറം നമ്മെ അനുഗ്രഹിക്കുന്നു. അവൻ നമ്മുടെ അപേക്ഷകൾ നിറവേറ്റുക മാത്രമല്ല, അവയ്ക്കപ്പുറം സമൃദ്ധമായ അനുഗ്രഹങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. അവനെപ്പോലെ കരുണയും കൃപയുമുള്ള മറ്റാരാണ്? നമ്മെ ഇത്ര ആഴത്തിൽ പരിപാലിക്കുന്ന മറ്റാരാണ്? അതിനാൽ അവന്റെ അചഞ്ചലമായ സ്നേഹത്തിൽ ആശ്രയിച്ച് നമുക്ക് ധൈര്യത്തോടെ കൃപയുടെ സിംഹാസനത്തിലേക്ക് വരാം. ഇസ്രായേൽ സന്ദർശിച്ച ഒരു കുടുംബം ഒരിക്കൽ അവരുടെ യാത്രയുടെ കാരണം പങ്കുവച്ചു. ശലോമോനെ അന്വേഷിക്കാൻ ഭൂമിയുടെ അറുതികളിൽ നിന്ന് യാത്ര ചെയ്ത ശേബാരാജ്ഞിക്ക് അവൾ ആഗ്രഹിച്ചതെല്ലാം ലഭിച്ചു. അതുപോലെ ശലോമോനേക്കാൾ വലിയവനായ അവന്റെ മുൻപാകെ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും സമർപ്പിക്കാനും അവന്റെ ഉത്തരം സ്വീകരിക്കാനും ഞങ്ങളും കർത്താവിന്റെ ദേശത്ത് വന്നിരിക്കുന്നു എന്ന്. ദൈവമക്കളെ, ശേബാരാജ്ഞി ആഗ്രഹിച്ചതെല്ലാം ശലോമോൻ രാജാവ് അവൾക്ക് നൽകിയതായി നാം വായിക്കുന്നില്ലേ? 1 രാജാക്കന്മാർ 10-ാം അധ്യായം 13-ാം വാക്യത്തിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. ശലോമോനേക്കാൾ വലിയവൻ ഇന്ന് നിങ്ങളുടെ അടുത്തുണ്ട്. അവൻ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റും. അതിനാൽ ആത്മവിശ്വാസത്തോടെ അവനെ അന്വേഷിക്കുക. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 1 ശമൂവേൽ 20-ാം അധ്യായം 4-ാം വാക്യം. അപ്പോൾ യോനാഥാൻ ദാവീദിനോട്, നിന്റെ ആഗ്രഹമെന്ത്? ഞാനത് ചെയ്തു തരും എന്ന് പറഞ്ഞു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ന്യായാധിപന്മാർ 16, 17, 18 അധ്യായങ്ങൾ. വൈകുന്നേരം ലൂക്കോസ് 7-ാം അധ്യായം 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.